നമസ്കാരം. ABC ആസ്ട്രോ വേൾഡിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മലയാള മാസത്തിലെയും ആദ്യത്തെ ചൊവ്വാഴ്ച, അതായത് മുപ്പട്ട് ചൊവ്വ എന്നാണ് വിശേഷിപ്പിക്കാറ്. കേരളത്തിലെ ഭഗവതി ക്ഷേത്രങ്ങളിൽ വളരെയധികം പ്രാധാന്യത്തോടെ ആഘോഷിച്ചു വരുന്ന ഒരു അനുഷ്ഠാനമാണ് മകരച്ചൊവ്വ. മകരമാസത്തിലെ മുപ്പട്ട് ചൊവ്വയാണ് മകരച്ചൊവ്വയായി ആഘോഷിക്കുന്നത്. ഇതനുസരിച്ച് ഈ വർഷം, അതായത് 2025 ജനുവരി 14-നാണ് മകരച്ചൊവ്വ വരുന്നത്. മകരച്ചൊവ്വ ദിവസം ഭദ്രകാളി ദേവിയെയാണ് ആരാധിക്കേണ്ടത്. ഈ ഒരു ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വഴിപാട് കഴിക്കുന്നതും വളരെയധികം ഫലങ്ങൾ നൽകുന്നതാണ്. ചൊവ്വയുടെ അതിദേവതകൾ സുബ്രഹ്മണ്യസ്വാമിയും ഭദ്രകാളി ദേവിയുമാണ്. യുഗ്മരാശിയായ മകരം ഭദ്രകാളി പ്രീതിക്കാണ് പ്രാധാന്യം. ഭദ്രകാളി ദേവിയെ പാർവതി ദേവിയുടെ അംശാവതാരമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദിനത്തിൽ ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുന്നതാണ്. ശനിദോഷ നിവാരണത്തിനും ഭദ്രകാളി ദേവിയെ ഭജിക്കുന്നത് വളരെ നല്ലതാണ്. സാധാരണ രൗദ്രഭാവത്തിലാണ് ഭദ്രകാളി ദേവി. പൊതുവെ ദേവിക്ക് ചൊവ്വാഴ്ച ദിവസം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മകരച്ചൊവ്വ ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് വഴി ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും നടത്തുന്നതായിരിക്കും. നമുക്ക് അന്നേ ദിവസം ഭദ്രകാളി ക്ഷേത്രത്തിൽ കടുംപായസം, ഗുരുതി, ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള മാല, അതായത് തെച്ചിപ്പൂവും ചെമ്പരത്തിയോ ചുവന്ന കളറിലുള്ള പുഷ്പങ്ങൾ ഇതുകൊണ്ടുള്ള മാല, ഇവയെല്ലാം വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ സമർപ്പിക്കുന്നത് മൂലം നമുക്ക് വളരെയധികം ഐശ്വര്യമാണ് വന്നു ചേരുന്നത്. പൊതുവെ ഭദ്രകാളി ദേവിയെ സംഹാരത്തിൻ്റെ ദേവതയായാണ് അറിയപ്പെടുന്നത്. എന്നിരുന്നാലും സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്ന മംഗളസ്വരൂപിണി കൂടിയാണ് ഭദ്രകാളി ദേവി. അജ്ഞതയെ ഇല്ലാതാക്കി ജ്ഞാനം ചൊരിഞ്ഞ് പ്രപഞ്ചത്തെ പരിപാലിക്കാൻ കൂടിയാണ് ഭദ്രകാളി ദേവി ജന്മം കൊണ്ടത്. ആദിപരാശക്തിയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് ദേവിയുടെ രൂപം ഭയാനകമാണ്. വളരെ വിശ്വാസത്തോടു കൂടി ദേവിയെ പ്രാർത്ഥിക്കുന്നത് മൂലം നമ്മുടെ എല്ലാ ഭയങ്ങളും വിട്ടകന്നു പോകുന്നതാണ്. സർവചരാചരങ്ങളുടെയും മാതാവായ ദേവി തന്നെയാണ് ഭദ്രകാളി ദേവി. ദുഷ്ടനിഗ്രഹത്തിനായി അവതരിച്ച രൂപമാണ് ഈ രൂപം. അതുകൊണ്ട് തന്നെ തൻ്റെ മക്കൾക്ക് ദോഷം സംഭവിക്കാൻ ഒരമ്മയും ആഗ്രഹിക്കുകയില്ല. ദേവിയുടെ അനുഗ്രഹമുള്ള ഭവനത്തിൽ എപ്പോഴും ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. ദേവി പ്രീതിയാൽ ഒരു ദുഷ്ടശക്തിയും ദോഷങ്ങളും ബാധിക്കുകയില്ല. ഭദ്രകാളി ദേവിയോടുള്ള ഉദാത്തമായ ഭക്തി സമ്പത്തും ഐശ്വര്യവും സർവമംഗളങ്ങളും നേടിത്തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതകപ്രകാരം യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, വൃശ്ചികം, കന്നി, മീനം, മകരം ഇവയിൽ ചൊവ്വ നിൽക്കുന്നവരും ചൊവ്വ ദശാകാലമായിട്ടുള്ളവർ, അതായത് അവിട്ടം, ചിത്തിര, മകയിരം നക്ഷത്രക്കാരും മകരച്ചൊവ്വ ദിവസം ദേവിയെ ആരാധിക്കുകയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും കടുംപായസം വഴിപാടായി സമർപ്പിക്കുകയും ചെയ്യുന്നത് മൂലം ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സമൃദ്ധിയും എല്ലാം വന്നു ചേരുന്നതായിരിക്കും. ഈ മകരച്ചൊവ്വ ദിവസം വർക്കിംഗ് ഡേ ആയതുകൊണ്ട് പലർക്കും അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവരുണ്ടാവും. ജോലിയുടെ ഭാഗമായെല്ലാം തിരക്കുള്ളവരുണ്ടായിരിക്കും. അത്തരക്കാർ രാവിലെ വിളക്ക് കത്തിച്ച് ഭദ്രകാളി ദേവിയെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും.